ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് നൈജീരിയയെ അവർ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ പോർച്ചുഗൽ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. പക്ഷേ കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. 3 ബിഗ് ചാൻസുകൾ അദ്ദേഹം പാഴാക്കുകയാണ് ഈ മത്സരത്തിൽ ചെയ്തിട്ടുള്ളത്. അതിൽ 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഗോളെന്നുറച്ച 2 അവസരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ചത്. രണ്ടും അദ്ദേഹം പുറത്തേക്കടിച്ചു പാഴാക്കി. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള മിസ്സുകൾ വളരെ കുറവുള്ള ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരൽപ്പം ബുദ്ധിമുട്ട് സ്കോറിങ്ങിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. മാത്രമല്ല, പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാനമായി കളിച്ച 5 മത്സരങ്ങൾ നോക്കുക. അതിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്കോർ ചെയ്തിട്ടുള്ളത്. ഹംഗറിക്കെതിരെയുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിരുന്നു. ബാക്കിയുള്ള 4 മത്സരങ്ങളിലും ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. അയർലാൻഡിനെതിരെ 2 മത്സരം, ചിലിക്കെതിരെ 1 മത്സരം, നൈജീരിയക്കെതിരെ 1 മത്സരം. ഈ 4 മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പോർച്ചുഗൽ ദേശീയ ടീമിൽ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം അവസരങ്ങൾ പാഴാക്കിയത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിൽ ഇത്തരത്തിലുള്ള മിസ്സുകൾ വന്നു കഴിഞ്ഞാൽ അത് പോർച്ചുഗൽ ദേശീയ ടീമിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരിക്കും പോർച്ചുഗലിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവുന്ന സെന്റർ ഫോർവേഡ്. അദ്ദേഹം തന്റെ ഗോളടി മികവ് അധികം വൈകാതെ വീണ്ടെടുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.